വളരെ വിചിത്രമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും. പണ്ട് പന്തളത്ത് നമ്മുടെ ശബരിമല അനുഷ്ഠാന സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു വലിയ റാലി നടന്നപ്പോൾ അതിൽ കൊടികളൊന്നും ഉണ്ടായിരുന്നില്ല, നേതാവും ഉണ്ടായിരുന്നില്ല, പ്രധാനമായിട്ട് സ്ത്രീകൾ, പുറകിൽ പുരുഷന്മാരുടെ ഒരു വലിയ റാലിയാണ് ചങ്ങനാശ്ശേരി, പന്തളം തുടങ്ങിയ സ്ഥലത്ത് നടന്നത്. അതിലെന്താ ചെയ്തറിയോ? ആ റാലിയുടെ വീഡിയോ എടുത്ത് അതിൽ ചുമന്ന കൊടി ഫിറ്റ് ചെയ്തിട്ട് അത് ഡൽഹിയിൽ നടന്ന കർഷക റാലിയാണെന്നും ബോംബെയിൽ നടന്ന കർഷക റാലിയാണെന്നും അതുപോലെ തന്നെ അവരവന് ആവശ്യമുള്ള രീതിയിൽ ഇന്ന സ്ഥലത്ത് നടന്ന CPM-ന്റെ റാലിയാണെന്നും എല്ലാം കാണിച്ചുകൊണ്ട് പന്തളത്തെ ചങ്ങനാശ്ശേരിയിൽ നടന്ന റാലിയിൽ ചുമന്ന കൊടി ഫിറ്റ് ചെയ്തിട്ട്, യഥാർത്ഥ റാലിയിൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട റാലിയായിരുന്നു, അങ്ങനെ കാണിച്ച് അതിലെല്ലാ വിവരണങ്ങൾ, കാരണം മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ബോർഡുകളും ബാക്കിയുള്ളതൊക്കെ കാണിച്ച് അവസാനം അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ഇത് ഡൽഹി അല്ല, ബോംബെ അല്ല, ഹൈദരാബാദ് അല്ല, ഇത് പന്തളം ചങ്ങനാശ്ശേരി സ്ഥലത്ത് നടന്ന ശബരിമല സംരക്ഷണ ജാഥയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനേക്കാളും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കണ്ടതാണ്. പത്തനംതിട്ടയിൽ സുരേന്ദ്രന് സ്വീകരണം കൊടുക്കുന്ന റാലി പാലക്കാട് CPM-ന്റെ MP-യുടെ റാലിയാണെന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ കുറെ പേര് സുരേന്ദ്രന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന വ്യക്തികളുടെ ബന്ധുക്കള് അവരെ വിളിച്ച് ചോദിച്ചിട്ട് ഇത് എവിടെ നടന്ന റാലിയാണെന്ന് ചോദിച്ചപ്പോൾ ഇത് സുരേന്ദ്രന് വേണ്ടിയിട്ട് നടന്ന റോഡ് ഷോ ആണ്, അത് പാലക്കാട് അല്ലെ CPM-ന്റെ റോഡ് ഷോ ആക്കിയിട്ട് ചിത്രീകരിക്കുന്ന വിചിത്രമായിട്ടുള്ള രീതി ഇപ്പം നടക്കുന്നു. എവിടെയൊക്കെ തട്ടിപ്പ് നടത്താൻ സാധിക്കാൻ നോക്കുക. എന്നിട്ട് പണ്ട് പന്തളം രാജകൊട്ടാരത്തിൽ ചെന്ന് അനുഗ്രഹം വാങ്ങിച്ച സ്ത്രീ ഇപ്പൊ അവിടെ കാൻഡിഡേറ്റ് ആണ്, വീണ്ടും അവരുടെ ഫോട്ടോ ഇപ്പൊ കൊടുത്തിട്ട് ഇപ്പൊ പന്തളം രാജകൊട്ടാരത്തില് അനുഗ്രഹം വാങ്ങിയതാണെന്ന് വരുത്തി തീർക്കാം. പഴയ കാലത്തെ പലതും എടുത്ത് പലരും നടത്തിയ പല ജാഥകളും പ്രൊസഷനും എടുത്തിട്ട് പല സംഭവങ്ങളും പലതും എടുത്തിട്ട് അതൊക്കെ നമ്മുടേതാക്ക മാറ്റുക എന്ന് പറഞ്ഞ ആ എട്ടുകാലി മാമൂഞ്ഞിന്റെ അത്യുജ്വലമായ അടവ് നയം പ്രയോഗിക്കുക. ദൈവത്തിനറിയാം, ഇനി മാർത്താണ്ഡവർമ്മ കവടിയാർ കൊട്ടാരത്തിൽ അനുഗ്രഹിക്കുന്ന ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 90% പാവങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. മാർത്താണ്ഡവർമ്മ ഉത്രാടം തിരുനാള് നാട് നീങ്ങിയിട്ട് കാലം കുറയായിരുന്നു, അതൊന്നും പ്രശ്നമില്ല. ഫ്ലക്സ് കൂടുതൽ പാടില്ല. ഉള്ള ഫ്ലക്സില് ഈ മാർത്താണ്ഡവർമ്മയുടെ ഫോട്ടോ, മഹാവിഷ്ണുവിന്റെ ഫോട്ടോയോ, അല്ലെങ്കിൽ കൊട്ടാരക്കര ഗണപതി എഴുന്നേറ്റ് വന്നിട്ട് അനുഗ്രഹിക്കുന്ന ഫോട്ടോയോ, ആലപ്പുഴയിലെ ആരിഫ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ശബരിമല ധർമ്മശാസ്താവിന്റെ ഫോട്ടോയും കൊണ്ട് തന്നെയാണ് ഇലക്ഷൻ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇലക്ഷൻ കമ്മീഷണർക്കും ഇലക്ഷൻ ഓഫീസർക്കും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കും ഒരു പ്രശ്നമില്ല അയ്യപ്പന്റെ ഫോട്ടോ ഉപയോഗിച്ച് തന്നെ നടത്തുന്നതിൽ എന്ന് ആലപ്പുഴയിൽ നിന്ന് കുറെ പേര് പറയുകയുണ്ടായി. ഇന്ന് ജയിച്ചു കിട്ടാൻ വേണ്ടി ഹിന്ദുക്കളെ എത്രത്തോളം അവഹേളിക്കുന്നു എന്നുള്ളത് നോക്കുക. ഓരോ ഹിന്ദുവും ഇതൊക്കെ അറിയണം. ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ എന്നല്ല, ഇന്ത്യയിൽ നടക്കുന്ന ഏത് ഇലക്ഷനും നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും നിങ്ങളും ഈ കാര്യം അറിയണം. നിങ്ങളുടെ ബന്ധുക്കളെയും അറിയണം, സുഹൃത്തുക്കളെയും അറിയിക്കണം. ഇന്നും ഈ ഹിന്ദുക്കളെ അവഹേളിക്കുന്നവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്ന ധാരണയുമായിട്ട് മുമ്പോട്ട് പോകുന്നവരുണ്ട്. ഹിന്ദുക്കളെ അവഹേളിക്കുന്നവരെ തന്നെ ജയിപ്പിക്കണം, ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് അങ്ങനെയുള്ളവർക്ക് ആ വോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ചെയ്യും. അമ്മയെ തല്ലുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആ തല്ലൽ നിർത്തുക. വെള്ളമടിക്കുന്നതും മദ്യപിക്കുന്നതും ഒക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും കാലം ഞാൻ മദ്യപിക്കാറുണ്ട്, അത് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം തെറ്റാണെന്ന് എപ്പോൾ മനസ്സിലാവുന്നോ അത് നിർത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ശ്രമിക്കണം. പല തട്ടിപ്പും വെട്ടിപ്പും നടത്തി അടുത്ത 5 വർഷം ഈ ലോകസഭയിൽ ചെന്ന് ഒന്നും ചെയ്യാതെ ഉറങ്ങാനും 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്ന് പോയി 100% പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന 2 പാർട്ടിക്കാർ ഒരുമിച്ച് കൈകോർത്ത് ലോകസഭയിൽ ചെന്നിരുന്ന് ഒരു മോഡി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുക. ഇവിടെ 2 പേരും പാമ്പും കീരിയും പോലെ പെരുമാറുക, അവിടെ ചെന്നിട്ട് പാമ്പിന്റെ അനിയനും ചേട്ടനും പോലെ പെരുമാറുക. ഈ രീതിയിൽ, അല്ലെങ്കിൽ കഴുതയുടെ അനിയനും ചേട്ടനെയും പോലെ പെരുമാറുക.
ഇതൊക്കെ ഓരോ ഹിന്ദുവും അറിയണം. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും അറിയണം എന്നല്ല, ഓരോ ഹിന്ദുവും ഇതറിയണം. എങ്ങനെയാണ് ഹിന്ദുവിനെ തകർക്കാൻ വേണ്ടി മാത്രം ഇത്രയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്.